ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളെ നന്നായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനായിട്ട് എൻകറേജ്മെൻറ്റ് തരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്, എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്യൂട്ടിയെ പറ്റിയാണ്. എന്താണ് ബ്യൂട്ടി? അപ്പം ഞാനിപ്പോൾ എന്താ പറയുന്നത്, ഓരോരുത്തരുടെയും ബ്യൂട്ടിയുടെ കൺസെപ്റ്റ് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഇപ്പം ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുകയാണെങ്കിൽ, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നാൽ എന്നെ ഇഷ്ടപ്പെടാത്ത കുറേ അധികം ആളുകളുണ്ട്. അതെന്താണ് അതിൻ്റെ റീസൺ? ഞാൻ സ്വഭാവത്തെ പറ്റിയോ മറ്റു കാര്യത്തെപ്പറ്റിയോ ഒന്നും അല്ല പറയുന്നത്, ബ്യൂട്ടിയെ പറ്റിയാണ് പറയുന്നത്. അതെന്താണ് റീസൺ? അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ബ്യൂട്ടി ഓരോരുത്തരുടെയും കണ്ണിൽ നിന്നുള്ള കാഴ്ചയാണ് ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ എനിക്കിഷ്ടമുള്ള ഒരാളെ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കണ്ണുകളിലാണ് നമ്മളുടെ സൗന്ദര്യം ഇരിക്കുന്നത് എന്ന് പറയാം, അല്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ അവൾ ഇങ്ങനെ ഇരിക്കണം, അവൾ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കണം, അവളുടെ തലമുടി ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ചുണ്ടുകളിൽ ലിപ്സ്റ്റിക്ക് പാടില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ഇടാൻ പാടില്ല എന്നിങ്ങനെയൊക്കെ കുറേ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മുടെ നാച്ചുറൽ ബ്യൂട്ടി അല്ലെ ബ്യൂട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്കെല്ലാവർക്കും നമ്മൾ ജനിക്കുമ്പോഴേ തന്നെ നമ്മളുടേതായ ബ്യൂട്ടി എല്ലാവർക്കുമുണ്ട്. ആരും എന്താ പറയുന്നത്, വിരൂപരായി ജനിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഭംഗി എല്ലാവരിലുമുണ്ട്. കളറായിക്കൊള്ളട്ടെ, അവരുടെ മറ്റ് കാര്യങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം അവരുടെ ഫീച്ചേഴ്സ് ആയിക്കൊള്ളട്ടെ, ഏതാണെങ്കിലും എന്തെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു കാര്യം കാണും. അപ്പോൾ നമ്മളെങ്ങനെ നമ്മളെ ബ്യൂട്ടിഫുള്ളായിട്ട് വെക്കാനായിട്ട് പറ്റും, അതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേ ആളുകൾ, ഇപ്പം ഞാനിവിടെ ഒരു ബൊട്ടിക്ക് നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ നമ്മളുടെ ഷോപ്പിൽ വരുന്ന കുറേ കുട്ടികളാണെങ്കിലും നമ്മളോട് ചോദിക്കാറുണ്ട്, ചേച്ചി ഏത് ബ്യൂട്ടി പാർലറിലാണ് പോകുന്നത്? ചേച്ചി എന്താണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്? ചേച്ചിയുടെ മുടി കട്ട് ചെയ്ത് എവിടാണ്? ചേച്ചി എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇങ്ങനെയെല്ലാം ചോദിക്കാറുണ്ട്. ആക്ച്വലി ഞാനൊന്നും ചെയ്യാറില്ല, ഞാനൊരു മെയിൻ്റനൻസ് പരിപാടികളും ചെയ്യാറില്ല. പക്ഷേ ഞാൻ എൻ്റെ ഉള്ള ഭംഗിയെ എൻഹാൻസ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ കണ്ണ് നല്ലതാണെന്ന് കുറേ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് പേർക്ക് ഇഷ്ടമില്ലായിരിക്കും, എന്നാലും കുറേ ആളുകൾ പറയാറുണ്ട് എൻ്റെ കണ്ണ് നല്ലതാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ കണ്ണിനെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല്ലേ? നമ്മുടെ മുഖത്തെ ഭംഗി എന്ന് പറയുന്നത് കണ്ണാണ്. അപ്പോൾ ആ കണ്ണിനെ എങ്ങനെയാണ് നമ്മൾ ഭംഗിയാക്കി വെക്കാൻ പറ്റുന്നത്? അപ്പോൾ അതിനുള്ള സെർച്ച് നമ്മൾ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ണെഴുതേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ണിൻ്റെ ഓരോ മേക്കപ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നമ്മളിലേക്ക് അപ്ലൈ ചെയ്ത് അത് നമുക്ക് ഭംഗിയാകുമോ എന്ന് നോക്കണം. ചില ആളുകളുടെ പെരുകം നല്ലതാണ്, ചില ആളുകളുടെ മൂക്ക് വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ മൂക്ക് വളരെ ഭംഗിയുള്ളവർ പറയും, അയ്യോ മൂക്കുത്തി ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ എന്ന് പറയും. അപ്പോൾ ആ മൂക്കുത്തി ആ മൂക്കിനെ കൂടുതൽ ഭംഗിയാക്കുന്നു, ഇല്ലേ? അപ്പോൾ മൂക്കിന് അത്ര ഭംഗിയില്ലാത്തവരാണെങ്കിൽ പോലും ഒരു മൂക്കുത്തി ഇടുമ്പോൾ അവരുടെ മൂക്കിന് കുറച്ചുകൂടെ ഭംഗിയുണ്ടാകുന്നു. അതുപോലെ തന്നെ ചുണ്ടുകളാണെങ്കിലും, നമ്മുടെ നാട്ടിൽ ആരും ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കൂടുതലും നടക്കാറില്ല, അല്ലേ? അപ്പോൾ നമുക്ക് അത് കൂടുതൽ ഒബ്വിയസ് ആകാത്ത രീതിയിൽ നാച്ചുറലായിട്ട് ഒരു കുറച്ച് നമ്മുടെ ചുണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ടുള്ള പല ടെക്നിക്സും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പം അതെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് അത് പതിയെ, എന്നാൽ അത് വളരെ രോചകരമല്ലാത്ത രീതിയിൽ നിങ്ങൾ അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ ഇതിലെല്ലാം ഈ ബ്യൂട്ടി എന്ന് പറയുന്നതിൽ ഞാൻ കരുതുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വൃത്തിയാണ്. നമ്മൾ എത്ര മേക്കപ്പ് ഇട്ട് എത്ര ഭംഗിയായിട്ട് ഡ്രസ്സ് ഇട്ട് വന്നാലും ആ ഒരാൾക്ക് വൃത്തിയില്ല, ആ ഒരാളെ സ്മെല്ലാണെങ്കിൽ ആ ബ്യൂട്ടിയെല്ലാം അവിടം വെച്ച് തീർന്നു, അല്ലേ? നമ്മളുടെ ബ്യൂട്ടിയെ കൂടുതൽ ഭംഗിയാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കൂടുതൽ ആളുകൾക്ക് അട്രാക്ഷൻ തോന്നാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ വൃത്തിയാണ്. നമ്മളെപ്പോഴും ആദ്യം തന്നെ നമ്മളെ തന്നെ വൃത്തിയാക്കുക, വൃത്തിയായി സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക.
ആ വൃത്തിയുടെ കൂടെ തന്നെ നമ്മളുടെ ഓരോ കാര്യങ്ങളും കുറച്ച് ഭംഗിയായിട്ട് നമ്മൾ വെക്കുകയാണ്. ഇപ്പോൾ മുടി തന്നെയാണെങ്കിലും ചിലർക്ക് നല്ല നീളമുള്ള മുടിയുണ്ട്. പക്ഷെ ആ മുടി എങ്ങനെയാണ് ഭംഗിയായി കെട്ടേണ്ടത്, അല്ലെ എങ്ങനെയാണ് ആ മുടിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാൻ പറ്റാതെ വന്ന് ആ മുടിയുടെ ഉള്ള ഭംഗിയും കൂടെ കളഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ ചെയ്യും. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഡ്രസ്സ് അനുയോജ്യമാകുന്നത്. അതുപോലെ തന്നെ ഓരോ മേക്കപ്സ് അനുയോജ്യമാകുന്നത്, ഓരോ ഹെയർ സ്റ്റൈല് ഭംഗിയാകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരാളെ കണ്ട് നമ്മളത് കോപ്പി ചെയ്താൽ ചിലപ്പോൾ നമുക്കത് ചേരണമെന്നില്ല, ഇല്ലേ? അപ്പോൾ നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോഴേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്യൂട്ടി എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമ്മളെ തന്നെ ഭംഗിയായിട്ട് വെക്കുന്നത് നമ്മൾ ആരെ അട്രാക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല. നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനാണ് നമ്മളെ ഭംഗിയായിട്ട് വെക്കുക എന്ന് പറയുന്നത്. നമുക്കെപ്പോഴും ആളുകൾ എല്ലാവരും പറയും ബ്യൂട്ടിയിൽ എന്തിരിക്കുന്നു, അകത്തുള്ള കാര്യങ്ങളല്ലേ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും അധികം അവരുടെ അകം എങ്ങനെയാണ് എന്ന് ഉള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതിനെ ഞാൻ 100% എഗ്രി ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഒരാളെ ആദ്യം കാണുമ്പോൾ അവരുടെ അകം പോയി പരിശോധിക്കാനായിട്ട് പറ്റില്ല, ഇല്ലേ? നമ്മൾ അവരുടെ ആ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്കൊരു അട്രാക്ഷൻ തോന്നണമെങ്കിൽ നമ്മളുടെ ഡ്രസ്സിങ് അല്ലെങ്കിൽ നമ്മളുടെ വൃത്തി അല്ലെങ്കിൽ നമ്മളുടെ ടോട്ടലായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മളെ തന്നെ ഒന്ന് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത്, അതെല്ലാം തന്നെ ഒരാളുടെ കണ്ണുകളെ ഒന്ന് എന്താ പറയുക ഉടക്കാനായിട്ട് കാരണമാവും. ഇപ്പം ആരും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കാര്യം ഞാൻ പറയാം, എനിക്കറിയില്ല മറ്റുള്ളവരുടെ കാര്യം. ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ കളിയാക്കുന്ന കാര്യമാണ്, ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴേ തന്നെ കണ്ണെഴുതിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഒരാളാണെന്ന് വീട്ടിലെല്ലാവരും ഇന്നും പറഞ്ഞ് ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണോ ഞാൻ വീട്ടിൽ ഓഫായിട്ട് നിന്നാൽ പോലും, ഓഫ് ഡ്യൂട്ടി സമയത്താണെങ്കിൽ പോലും ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ എന്നെ നല്ല ഭംഗിയായി, നല്ല വൃത്തിയായി, നല്ല ഡ്രസ്സ് ധരിച്ച്, അതുപോലെ തന്നെ എൻ്റെ മുടിയെല്ലാം നന്നായി കെട്ടി, എനിക്ക് അത്യാവശ്യമുള്ള നല്ല രീതിയിൽ കണ്ണൊക്കെ എഴുതി ഞാൻ കിച്ചണിൽ പോയി കുക്ക് ചെയ്യും. ആ വീട്ടിൽ ആരും വരാനില്ല, അല്ലെങ്കിൽ ആരും എന്നെ കാണാനില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ എനിക്ക് എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിന് സന്തോഷവും എനിക്കൊരു കോൺഫിഡൻസും ഫീൽ ചെയ്യുന്നുണ്ട്. അതിപ്പം ആരെയും അട്രാക്റ്റ് ചെയ്ത് നമുക്ക് മറ്റൊന്നും സാധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നുമല്ല, നമ്മളിൽ തന്നെ ഒരു സന്തോഷവും ഒരു കോൺഫിഡൻസും നമ്മൾ വളർത്തിയെടുക്കാനായിട്ട് അത് സഹായിക്കും. ഇപ്പോൾ നമ്മളുടെ വീട്ടിലാണെങ്കിൽ തന്നെ നമ്മളുടെ ഒരു റൂം നമ്മൾ അടുക്കും ചിട്ടിയുമായിട്ട് അതെല്ലാം അടുക്കി പെറുക്കി വെക്കുന്നത്, ആരും നമ്മളുടെ വീട്ടിൽ വിസിറ്റിന് നമ്മുടെ ബെഡ്റൂമിൽ വരുന്നില്ല, അവർ കാണുന്നില്ല, ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ ആ ബെഡ്റൂം എല്ലാം നല്ല രീതിയിൽ അടുക്കി വൃത്തിയാക്കി നല്ല ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ച് ഭംഗിയാക്കുമ്പോൾ എന്താണ് നമുക്ക് ഒരു സന്തോഷം മനസ്സിന് കിട്ടുന്നത്? നമ്മൾ മാത്രമേ അത് കാണാനുള്ളൂ, സ്റ്റിൽ നമ്മളിൽ അത് സന്തോഷം ഉണ്ടാക്കുന്നു, അല്ലേ? അപ്പം അതാണ് ഞാൻ ഈ ബ്യൂട്ടിയെ പറ്റി പറയുന്നത്. ഇപ്പം ചില ആളുകൾ പറയും വെളുത്ത് തുടുത്ത സുന്ദരൻ അല്ലെങ്കിൽ വെളുത്തു തുടുത്ത സുന്ദരി എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എൻ്റെ കണ്ണിലെ ഒരു നോട്ടം വെച്ചാൽ എനിക്ക് വെളുത്ത ആണുങ്ങളെ എനിക്കിഷ്ടമേ ഇല്ല. എൻ്റെ കണ്ണെപ്പോഴും ഉടക്കുന്നത് നല്ല കറുപ്പുള്ള ആണുങ്ങളെ കാണുമ്പോഴാണ് എൻ്റെ കണ്ണുടക്കുന്നത്. അതെൻ്റെ ബ്യൂട്ടി കൺസെപ്റ്റാണ്. അത് പക്ഷേ മറ്റൊരാൾ അങ്ങനെ ആയിരിക്കണമെന്ന് ഇല്ലേ? അതുപോലെ തന്നെ ചില ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുമ്പോഴേക്കും അവരുടെ ആ ഒരു കളറിലല്ലായിരിക്കാം, ചിലപ്പോൾ അവരുടെ ഓരോ ഫീച്ചേഴ്സ് ആയിരിക്കാം അവരിൽ ആകർഷിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്ക് കറുത്ത പെൺകുട്ടികളെ ഇഷ്ടമുള്ളവരുണ്ട്, വെളുത്ത പെൺകുട്ടികളെ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണേലും, കറുപ്പാണെങ്കിലും വെളുപ്പാണേലും നമ്മളുടെ ഓരോ കാര്യങ്ങളും വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുമ്പോഴാണ് നമ്മൾക്ക് മറ്റൊരാളിലോട്ട് ഒരു അടുപ്പം തോന്നാനായിട്ട് ഇടയാകുന്നത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള അട്രാക്ഷൻ മാത്രമല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മുടെ കൂടെ ഫ്രണ്ട്സുള്ള ഗേൾസ് തന്നെയാണെങ്കിലും അവർ നല്ല രീതിയിൽ നല്ല സ്മെല്ലും അല്ലെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയായി
വസ്ത്രം ധരിച്ചും നല്ല രീതിയിൽ ഇരിക്കുന്നവരോട് നമുക്കൊരു പ്രത്യേക ഒരു ആകർഷണം അവരോട് തോന്നാറുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവ് കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള എന്തെങ്കിലും ഒരു ഷോക്കേസിൽ വെക്കുന്ന സംഭവം കാണുമ്പോഴും നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്ന പോലെയാണ് വൃത്തിയും വെടുപ്പും നമ്മളെ തന്നെ ഭംഗിയാക്കി വെക്കുന്നവരെയും കാണുമ്പോൾ നമുക്ക് അവരോടുള്ള അട്രാക്ഷൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ പല ആളുകളോടും പറയാറുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്നോട് ചിലർ വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിതിലൊന്നും എക്സ്പേർട്ടല്ല, ഞാനൊരു ബ്യൂട്ടീഷ്യനല്ല, ഞാനൊന്നുമല്ല. പക്ഷേ എന്താണ്, എന്നോട് കുറേ പേര് വന്ന് ചോദിക്കാറുണ്ട്, ചേച്ചി ഞാൻ എങ്ങനെയാണ് മുടി ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കെല്ലാം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ചെറുപ്പത്തിൽ ഞാൻ ഒത്തിരി ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അനുഭവിച്ച ഒരാളാണ്. വീട്ടിൽ ആര് വന്നാലും പുറകിൽ ഒളിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ഞാൻ. കാരണം അന്നത്തെ കാലത്ത് ഞാൻ കറുപ്പായിട്ടുള്ള ഒരു ആളായിരുന്നു. ഇപ്പോഴും വലിയ കളറില്ല, എന്നാൽ പോലും അന്ന് വീട്ടിലെ മറ്റുള്ളവരെക്കാളും ഞാൻ കറുത്തിരുന്ന ഒരാളാണ്. അപ്പം വീട്ടിൽ ആര് വന്നാലും പറയും, ആ കറുത്ത കൊച്ചെന്തിയെ എന്ന് ചോദിക്കും. അപ്പം ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു എന്താ പറയുന്നത്, അങ്ങനെ ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതിയില്ല. പക്ഷേ പഴയ കാലത്തെ അമ്മച്ചിമാരും എല്ലാം വന്നിട്ട് പറയും, നിങ്ങളുടെ വീട്ടിലൊരു കറുത്ത കൊച്ചുണ്ടല്ലോ, ഒരു ഇളയ കുട്ടിയുണ്ടല്ലോ, അവൾ എന്തിയെന്ന് ചോദിക്കും. അപ്പോൾ ഈ കറുപ്പിനെ വല്ലാതെ പറയുമ്പോൾ ഞാൻ എപ്പോഴും പുറകിൽ ഒളിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. വീട്ടിൽ ആര് വന്നാലും അവർക്കുള്ള ചായ എടുക്കുക, അങ്ങനെ അടുക്കളയിൽ തന്നെ ഞാൻ ചെറുപ്പത്തിൽ, അതായത് ഒരു 10ാം ക്ലാസ് വരെ ഞാൻ ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. ബിക്കോസ് എല്ലാവരും എൻ്റെ കറുപ്പിനെ പറ്റി വളരെയധികം പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്നാൽ ഈ പറഞ്ഞ ആളുകൾ ഇപ്പോൾ എന്നെ കാണുമ്പോൾ പറയുന്നതാണ്, ഓ അന്നൊക്കെ എന്ത് ഭംഗിയായിരുന്നു കാണാൻ, നല്ല കറുത്ത സുന്ദരിയായിരുന്നല്ലോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുക, അന്ന് എന്നോട് ഒരാളെങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അത്രയും മാനസികമായിട്ട് വിഷമിക്കുകയില്ലായിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കറുപ്പിനെ ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം ശ്രമിക്കുമായിരുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലൊരു ഡ്രസ്സ് മേടിക്കുമ്പോൾ എൻ്റെ മമ്മി പറയുന്ന, ഓ കറുത്ത കൊച്ചാണ്, ഈ കുട്ടിക്ക് എന്നാ ഡ്രസ്സ് മേടിക്കും, എന്ത് മേടിക്കും, ഈ പിള്ളേർക്കൊന്നും ഒന്നും ചേരത്തില്ലല്ലോ, എപ്പം നോക്കിയാലും വെളുപ്പ്, നമുക്ക് ഡ്രസ്സ് എടുക്കുന്ന വെളുത്ത ഡ്രസ്സ് അല്ലെങ്കിൽ പിങ്ക്, അങ്ങനത്തെ 2-3 കളറ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അന്നൊക്കെ കൊതിയായിരുന്നു നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനും എല്ലാം ഒരു കൊതിയായിരുന്നു. പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണെന്ന് ഞാൻ വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും അത് നമ്മളുടെ ഫീച്ചേഴ്സിനെ അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെ അനുസരിച്ചിരിക്കും നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരിക്കലും പുറകിലോട്ട് മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഈ വീഡിയോയിൽ നിന്ന് കൂടുതലായിട്ടും ഉദ്ദേശിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും അവരവരുടേതായ സൗന്ദര്യമുള്ളവരാണ്. എല്ലാവർക്കും നമ്മളുടെ സൗന്ദര്യത്തെ കൂടുതൽ ഭംഗിയാക്കാനായിട്ട് ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സഭ്യമായ വസ്ത്രങ്ങൾ ധരിക്കുക, നമുക്ക് ചേരുന്ന കളറുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയെയും നമ്മളുടെ എന്താ പറയുന്നത്, നമ്മൾ ചൂസ് ചെയ്യുന്ന നമ്മളുടെ ഡ്രസ്സ്, നമ്മൾ ചൂസ് ചെയ്യുന്ന മേക്കപ്പ്, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും നമ്മളുടെ ടോട്ടലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് ഭംഗിയില്ല, എനിക്ക് സൗന്ദര്യമില്ല, എന്നെ കാണാൻ കൊള്ളില്ല എന്ന് വിചാരിക്കുന്നവർ അതൊരിക്കലും നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. അത് വളരെ ബാഡായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ്. ഞാൻ അതിലൂടെ പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങളെ ഭംഗിയാക്കാനായിട്ട് നിങ്ങളാൽ കഴിയുന്നത് ട്രൈ ചെയ്യുക. കാരണം ഇന്നത്തെ ലോകം മുഴുവനും ആ ഒരു അട്രാക്ഷൻ്റെ പുറകെ പോകുന്ന ഒരു ലോകമാണ്. അല്ലാതെ നമ്മളുടെ മനസ്സ് കാണാനോ നമ്മൾ എത്രമാത്രം മനസ്സിൽ സുന്ദരിയാണെന്നോ അന്വേഷിച്ച് നടക്കാനായിട്ട് കൂടുതലും ആളുകൾ മെനക്കെടാറില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഫസ്റ്റ് ഒരു ലുക്ക് തന്നെയാണ്. നമുക്കിഷ്ടമുള്ള വസ്ത്രം നമ്മൾ ധരിക്കുമ്പോൾ, അതായത് വൃത്തികേടില്ലാത്ത രീതിയിൽ നമുക്ക് കണ്ണാടിയിൽ കാണുമ്പോൾ തോന്നുവാണെങ്കിൽ നമ്മൾ എല്ലാവരോടും ചോദിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല.
കാര്യമില്ല. ഇതെനിക്ക് നല്ലതാണോ, ഇതെനിക്ക് ചേരുമോ എന്നൊക്കെ ചോദിച്ച് നടന്ന് നമ്മുടെ കോൺഫിഡൻസ് ലൂസാക്കേണ്ട കാര്യമില്ല. നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഡ്രസ്സ് അത് നല്ലതാണെന്ന് തന്നെ കരുതി മുന്നോട്ട് അത് ഇടാനായിട്ട് ശ്രമിക്കുക. പെൺകുട്ടികളോടാണേലും പറയാനുള്ള ഒരു കാര്യമുണ്ട്. എപ്പോഴും നിങ്ങൾ വൃത്തിയായി, നിങ്ങൾ നല്ല വൃത്തിയുള്ള ഡ്രസ്സിട്ട് നല്ല ഭംഗിയായിട്ട് നടക്കുക. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു യൂട്യൂബർ അവരുടെ വീഡിയോയിൽ ഇട്ടിരിക്കുകയാണ്. അവർ മാരേജ് ബ്യൂറോ നടത്തുന്നതാണ്. അപ്പോൾ അവർ പറയുകയാണ്, അപ്പോൾ ഇന്നത്തെ പെൺകുട്ടികൾ പയ്യന്മാരെ റിജക്റ്റ് ചെയ്യുന്നതിന് മെയിൻ കാരണം അവരിട്ടിരിക്കുന്ന ഡ്രസ്സ്, അവരുടെ മുടി, അവരുടെ മീശ ഇതെല്ലാം ക്രിട്ടിസൈസ് ചെയ്താണ് അവർ ആ ആളുകളെ കല്യാണം കഴിക്കാനായിട്ട് റിജക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പെണ്ണുങ്ങൾക്കും ഒരു പുരുഷന്മാരെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ പറയുന്ന ആൺകുട്ടികളെല്ലാം മോശക്കാരാണോ? അല്ല. പക്ഷേ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമ്മളെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അതനുസരിച്ചാണ്. എപ്പോഴും ഫസ്റ്റ് ലുക്ക് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഒരാൾ കാണുമ്പോഴുള്ള ലുക്ക് ഭംഗിയാക്കാനായിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്യുക. ആൺകുട്ടികളാണെങ്കിൽ നല്ല ഹെയർ സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക, നല്ല വൃത്തിയായിട്ട് നിങ്ങളെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നല്ല ട്രെൻഡിനനുസരിച്ച് നല്ല ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്ത് നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ തന്നെ നിങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു പബ്ലിക്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ തന്നെ അവരുടെ ആ ഒരു വാല്യൂ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് അവരുടെ ഹിസ്റ്ററി നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല. ഒരു ക്രൗഡിൽ നമ്മൾ ഒരാളെ അവരെങ്ങനാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, ഒറ്റ ലുക്കിലെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ ടോട്ടലായിട്ടുള്ള ആ ഒരു വൃത്തി, അവരുടെ ആ ഒരു ടോട്ടലായിട്ടുള്ള ഒരു ഡ്രസ്സിങ് രീതി, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും വിലയിടുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുന്ദരിമാരും നിങ്ങളെ കൂടുതൽ സുന്ദരികളും ആക്കാനായിട്ട് നന്നായി ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായി നല്ല മിടുക്കികളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മളെ ഭംഗിയായിട്ട് വെക്കുമ്പോൾ നമ്മളിലുള്ള കോൺഫിഡൻസ് 100% ഡബിളാകും. അത് എൻ്റെ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളെ ഓരോ കാര്യങ്ങളിലും ഇത് ചെയ്യുക. പിന്നെ ഞാൻ കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു, കുഞ്ഞുങ്ങളായി, ഇനി എന്നാത്തിന് വേണ്ടിയിട്ടാ, എന്താണേലും ഇങ്ങേരെ എന്നെ ഇട്ടിട്ട് പോകത്തില്ല, ഇതൊക്കെ മതി. അങ്ങനെയല്ല. ഇപ്പം നമ്മളൊരു ഹസ്ബൻഡ് ആണെങ്കിൽ എന്താ പറയുന്നത്, ചിലർ പറയും നീ അണിഞ്ഞൊരുങ്ങി എങ്ങോട്ട് പോകുമെന്ന്. അണിഞ്ഞൊരുക്കമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ നമ്മളുടെ വീട്ടിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കാണുന്ന ഹസ്ബൻഡിനാണെങ്കിൽ തന്നെയും കുട്ടികൾക്കാണെങ്കിൽ തന്നെയും ഒരു നല്ലൊരു ഫീലാണ് നമ്മൾ കൊടുക്കുന്നത്. മുടിയും ചെയ്യാതെ എന്താ പറയുന്നത്, രാവിലെ മുതൽ വൃത്തിഹീനമായിട്ട് കിച്ചണിൽ നിന്ന് എപ്പോഴും എന്താ പറയുന്നത് സ്മെല്ലായിട്ടുള്ള നൈറ്റിയും ഇട്ട് ഇങ്ങനെയെല്ലാം നടക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, അത് നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ സ്നേഹിക്കുകയില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാൽ പോലും അവരുടെ മനസ്സിനും കൂടെ ഒരു കുളിർമ ഉണ്ടാക്കുന്ന ഒരു ഫീലാണ് നമ്മളെ തന്നെ ഭംഗിയായിട്ട് വെക്കുകയാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ പറയും പുറത്തു പോകുമ്പോൾ ഇവൾ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നടക്കും, വീട്ടിനകത്ത് ഇവൾ ഒട്ടും മെയിൻറ്റെയിൻ ചെയ്യുകയില്ല എന്ന് പറയും. പക്ഷേ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ പറയുന്ന വിലക്കൂടിയ വസ്ത്രങ്ങൾ വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കണ ഒന്നുമല്ല. നമ്മളൊരു നൈറ്റി ആണെങ്കിൽ തന്നെ അത് നല്ലതായിട്ട് വാഷ് ചെയ്ത്, അതുപോലെ തന്നെ അത് നല്ല സോഫ്റ്റ്നറിലെല്ലാം മുക്കി നല്ല പ്ലസൻറ്റ് സ്മെല്ല് എല്ലാം വന്ന് നമ്മൾ കുളിച്ച് നമ്മളുടെ മുടികളിലൊന്നും മണവും ഒന്നുമില്ലാതെ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിലുള്ളവർക്കൊക്കെ അത് കണ്ണിനൊരു കുളിർമ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്ത്രീകളെ മഹാലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ നല്ല മഹാലക്ഷ്മികളായിട്ടിരിക്കണമെങ്കിൽ അവരെ തന്നെ ഒന്ന് അണിഞ്ഞൊരുങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാ സ്ത്രീകളും
സുന്ദരികളാണ്, എല്ലാ പുരുഷന്മാരും സുന്ദരന്മാരാണ്. അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് തരും. ഇത് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഇതിന് വിരുദ്ധമായിട്ടുള്ള ഒത്തിരി പേര് കാണും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തിനാണ് അങ്ങനെ ഉള്ള ഡ്രസ്സ് ഇട്ടാൽ പോരെ, ഇഷ്ടമുള്ളത് ചെയ്താൽ പോരെ എന്നൊക്കെ കരുതുന്ന കുറേ ആളുകളുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ എൻ്റെ വ്യൂ പോയിൻ്റ് ആണ് ഞാൻ പറയുന്നത്. അത് കുറേ പേർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു എന്താ പറയുക, വീഡിയോ കണ്ടിരുന്നതിന് വളരെയധികം നന്ദി. മുന്നോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.